ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ലാറ്ററൽ എൻട്രിക്ക് വേണ്ടി ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ലാറ്ററൽ എൻട്രി? അതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ആരൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും വരുന്നത് എങ്ങനെയാണ്, അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പോളിടെക്നിക് കാലഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രണ്ടാം വർഷത്തിലേക്ക് ഡയറക്റ്റ് ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് കയറുന്നതാണ്. അത് നിങ്ങൾ ഒന്നാം വർഷം പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ സീറ്റ് പരിമിതി നല്ലോണം ഉണ്ട്. അതായത് ഒരു ക്ലാസ്സിൽ ഇപ്പോൾ എത്ര പേരുണ്ടോ അത്ര പേരുടെ 10% ആളുകൾക്ക് മാത്രമേ എന്തുള്ളൂ ഈ ലാറ്ററൽ എൻട്രി വഴി അവിടെ കയറാൻ പറ്റൂ. നമ്മൾ അവരുടെ കൂട്ടത്തിലേക്ക് ആ ഒരു 10% നമ്മൾ ആ കൂട്ടത്തിലേക്ക് ചെല്ലുന്നത്. അത് എല്ലാ കോളേജിലും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ചില കോളേജുകൾക്കൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ രണ്ടായിട്ടൊക്കെ തിരിച്ച് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. മെയിനായിട്ട് മാർക്കിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ റിസർവേഷൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നല്ലപോലെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള ചാൻസാണ് മാക്സിമം ഉള്ളത്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ 16 മുതൽ 30 വരെ ആയിരുന്നു ഡേറ്റ്, അഡ്മിഷൻ്റെ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഈ polyadmission.org ലെറ്റ് എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ച് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഓൾറെഡി. പിന്നെ നെക്സ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപേക്ഷകൻ, അതായത് നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള ആൾ എന്താണ്, +2 സയൻസ് VHSE പാസ്സായി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾ ടോട്ടൽ 50% മാർക്കോ ഉള്ളവരോ, അല്ലെങ്കിൽ ITI, NCVT, SCVT, KGCE എന്നിവയിൽ 50% മാർക്കോട് കൂടി 2 ഇയർ കോഴ്സ് നിങ്ങൾ പൂർത്തിയാക്കിയ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറാക്കി വയ്ക്കാം. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് ഏകദേശം റെഡി ആയില്ലേ. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫെയിലായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ആ ആളുകളുടെ കാര്യങ്ങളാണ് മെയിനായിട്ട്. അപ്പോൾ ഈ പരീക്ഷ ഫസ്റ്റ് ചാൻസിൽ പാസ്സായവർക്കായിരിക്കും എന്താണ് ഈ പറയുന്ന അഡ്മിഷൻ്റെ കാര്യങ്ങൾ നടക്കുക. മെയിനായിട്ട് ഈ സെക്കൻഡ് ചാൻസ് എഴുതി കിട്ടിയവർക്ക് പറ്റില്ല. അതായത് ഈ ഇമ്പ്രൂവ്മെൻ്റ് എഴുതി പാസ്സായ ആളുകൾ എന്നൊക്കെ പറയുന്നത് അവർ ഫസ്റ്റ് ചാൻസ് തന്നെ ആയിട്ട് കണക്കാക്കും. പിന്നെ നിങ്ങൾ അതിലും പോയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, പിന്നെ എഴുതാൻ പോകുന്ന സമയത്ത് ഇത് സെക്കൻഡ് ചാൻസായി മാറും. അങ്ങനെ വന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ്, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ എഴുതി കിട്ടിയ ആളുകൾക്ക് എന്താണ് ഇതിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. പിന്നെ ഫീസ് 400 രൂപ, 200 രൂപ SC/ST ആളുകൾക്ക്, കോമൺ ആയിട്ട് ജനറൽ ആയിട്ടുള്ള ആളുകൾക്ക് 400 രൂപ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആ രീതിയിലായിരിക്കും ഫീസും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരിക്കുക അല്ലേ. പിന്നെ കുറച്ച് പേരുടെ സംശയമായിരുന്നു ഈ ITI സർട്ടിഫിക്കറ്റായിട്ട് ബന്ധപ്പെട്ടത്. ITI പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് ഈ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് എന്താണ്, മുഴുവൻ രേഖകളും ഹാജരാക്കേണ്ടി വരും. ഈ ITIയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ടാം വർഷത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും. അതായത് നിങ്ങൾ ഒന്നാം വർഷത്തിലെ ചില കോഴ്സുകൾ നിങ്ങൾ പഠിക്കേണ്ടി വരും. അത് ഏതാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏതാണെന്നുള്ളതൊക്കെ. പക്ഷേ നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ചില വിഷയങ്ങൾ നിങ്ങൾ എന്തായാലും എഴുതിയെടുക്കേണ്ടി വരും. അപ്പോൾ ആ വിഷയങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, മെയിനായിട്ട് വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, +2 VHSEക്കാർക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, ജനറൽ വർക്ക്ഷോപ്പ്, ബ്രാഞ്ച് സ്പെസിഫിക് തിയറി ആൻഡ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം. സെക്കൻഡ് ഇയർ കോഴ്സായിട്ടുള്ള ITI, NCVT, SCVT കഴിഞ്ഞവർ മാത്തമാറ്റിക്സ് 2, അപ്ലൈഡ് സയൻസ്, അപ്ലൈഡ് ഫിസിക്സ്, അതുപോലെ തന്നെ ബ്രാഞ്ചിൽ വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സുകൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾ ആ എക്സാമുകൾ എഴുതി പാസ്സാവേണ്ടിയും വരും. അതിനുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോളേജുകളിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ലാറ്ററലിനും നമുക്ക് റെഗുലറായിട്ടുള്ളതിനും ഒരുമിച്ച് അപേക്ഷിക്കാൻ പറ്റും. ഇനി അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ, അഡ്മിഷൻ്റെ രീതി പറയുന്നതാണ്. ഒരു 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ സബ്മിഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്കൊരു ട്രയൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ ട്രയൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, പിന്നെ വരുന്നത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കും. അതായത് നിങ്ങൾക്ക് റാങ്ക് ഉണ്ടായിരിക്കും. നിങ്ങളുടെ മാർക്ക് വിലയിരുത്തി, നിങ്ങളുടെ ഈ ഒരു റിസർവേഷൻ എല്ലാം വിലയിരുത്തി നിങ്ങൾക്കൊരു റാങ്ക് പ്രസിദ്ധീകരിക്കും. അങ്ങനെ ആ ഒരു റാങ്ക് അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, നിങ്ങളെ അഡ്മിഷന് വിളിക്കും. ആ ഒരു അഡ്മിഷൻ്റെ ഡേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളെ അറിയിക്കും. ആ ഒരു റാങ്ക് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഏത് കോളേജിലാണോ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ നിങ്ങൾ ചേരേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ലാറ്ററൽ എൻട്രിക്ക് വേണ്ടി അപേക്ഷിച്ചുള്ള എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ. നിങ്ങൾ പോളിടെക്നിക്ക് പഠിക്കാൻ പോകുന്ന ആളോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പോളിടെക്നിക്ക് പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ഇട്ടാൽ മതി. ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. നമ്മൾ പരമാവധി എല്ലാവർക്കും റിപ്ലൈ തരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.